എന്നിട്ട് പ്രവാചകം പറയുന്നവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുകയാണെങ്കിലും ശരി, പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു, ആ മുള്ളു കൊണ്ടതിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, പടച്ചവനെ അറിയാതെ കാലിൽ കൊള്ളുന്ന ഒരു മുള്ളിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുന്നുണ്ടെങ്കിൽ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മുസ്ലിമേ, നടക്കാൻ കഴിയാത്ത മുസ്ലിമേ, പടച്ചവനെ മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നവരുണ്ടല്ലോ. നമ്മൾ പറയും കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുകയാണ്. അവന് ഭാഗ്യവാനാണ് സഹോദരാ, അവന് ഭാഗ്യവാനാണ് സഹോദരാ. കാരണം പടച്ചവനെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പാപം പൊറുക്കുമെങ്കിൽ, ക്യാൻസർ രോഗം പിടിച്ചു 10 വർഷമായി 15 വർഷമായി പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ, ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ വേദന വെറുതെയാകില്ല. ആ വേദനയ്ക്ക് പകരം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. പടച്ചുറപ്പവരുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ്. പടച്ചവനെ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പരീക്ഷണം കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരുണ്ടല്ലോ, പടച്ചവനെ വലിയ ദുഃഖം പറയുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ നന്മകൾ ജീവിതത്തിലില്ല. ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ടവർക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. പക്ഷേ അവരെ സ്വർഗത്തിന്റെ അവകാശികളാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? അവരെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹു അവർക്ക് ചില പരീക്ഷണം കൊടുക്കുകയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു വനാന്തരത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, യാത്ര കഴിഞ്ഞ് തിരിഞ്ഞു മടങ്ങി വരുമ്പോ, യാത്ര കഴിഞ്ഞ വഴിയിലൂടെ മടങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ഇറച്ചി ഇങ്ങനെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുകയാണ്. ആ മനുഷ്യന്റെ ശരീരം അവിടെ നിന്ന് വലിച്ചു കീറുകയാ. മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. അപ്പോഴാണ് മൂസാ നബി ചിന്തിച്ചു, അല്ലാ, നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ, ആ മനുഷ്യനെ വന്യമൃഗങ്ങൾ കടിച്ചു പറിച്ചു മാംസം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണല്ലോ അവിടെ നിന്ന് കാണുന്നത്. പടച്ചവനെ, അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ ജീവിതത്തിൽ നന്മകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. പടച്ചവനെ, വന്യമൃഗം വന്ന മനുഷ്യനെ കടിച്ചു വലിച്ചു കീറുകയാണ്. വല്ലാത്ത വേദനയാണല്ലോ. ആ വേദനകൾ സഹിക്കുമ്പോ ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്. പിന്നെ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാണ്. പടച്ചവനെ, അവസാനം ആ മനുഷ്യനുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് പെടുകയാണ്. ഇത് തന്നെയാണ് പ്രവാചകന് പഠിപ്പിക്കുന്നത്. അല്ലാഹു ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ അമലുകളില്ല, നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, സദഖകളില്ല, ഒരുപാട്
സൽക്കർമ്മങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല. പക്ഷേ അള്ളാഹു പിന്നെ എങ്ങനെയാണ് സ്വർഗം കൊടുക്കുന്നത്? ചിലപ്പോ ക്യാൻസർ കൊടുക്കുകയാണ്, ട്യൂമർ കൊടുക്കുകയാണ്, കിഡ്നി തകരുത്തുകയാണ്, ശരീരം തളർത്തുകയാണ്. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ കൊടുക്കുകയാണ്. ആ കിടപ്പിൽ വർഷങ്ങളോളം കിടന്നു പ്രയാസപ്പെടുന്നു. പലരുടെയും പലരുടെ പടച്ചവനെ എല്ലും തോലുമാകുന്നു. കിടന്ന് ശരീരത്തിന്റെ തൊലികൾ പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്രയോ പേര് കിടക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ വേദനകൾക്ക് പകരം അവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വേദനയുടെ പരാതി പറയുന്നവരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അപസ്മാരമെന്ന് പറയുന്ന രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാ നബിയേ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. വായിലൂടെ പതയും നൊരയുമൊക്കെ വരുന്ന കടന്ന് പിടയുന്ന ഒരു രോഗമാണ് അപസ്മാര രോഗം. വല്ലാത്ത വേദനയാണ്. ഈ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യുമോ നബിയേ? വല്ലാത്ത വേദനയാണ് നബിയേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അതാ ദുആ ചെയ്യാൻ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഞാൻ ദുആ ചെയ്യുകയാണെങ്കിൽ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചാൽ, ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗ്ഗം തരും പെണ്ണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ദുആ ചെയ്യിപ്പിക്കാൻ രോഗിയായ പെണ്ണുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, സ്വർഗ്ഗം വേണോ രോഗം മാറണോ? ആ സ്വാലിഹത്തായ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ദുആ ചെയ്യണ്ട, ദുആ ചെയ്യണ്ട നബിയേ, വേദന സഹിക്കാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ നരകം എനിക്ക് പേടിയാ, ആ നരകത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയാ. എനിക്ക് സ്വർഗ്ഗം മതി നബിയേ, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ എന്ന് മുത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ ഏതെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് വേദനയാണെങ്കിലും, നിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്ന വേദനയാണെങ്കിലും അതിനു പകരം അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിനൽ ഖതായാ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമുക്ക് തലവേദന എടുക്കും, പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും, വേദന സഹിക്കാൻ പറ്റൂല നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലിൽ ഒരു മുള്ളു കൊണ്ടാലും ആ വേദനയ്ക്ക് പകരം നമുക്ക് പ്രയോജനമുണ്ട്. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പൊ പടച്ചവനെ, ക്യാൻസർ വന്നവരില്ലേ, കാല് മുറിച്ചവരില്ലേ, കൈമുറിച്ചവരില്ലേ, എഴുന്നേക്കാൻ കഴിയാത്തവരില്ലേ, കിടന്ന കിടപ്പിൽ കിടന്ന് ശരീരത്തിന്റെ പുറംഭാഗത്തിന്റെ തൊലി പൊട്ടിപ്പോയവരില്ലേ, അള്ളാഹു അവർക്കൊക്കെ ശിവ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ പറയുന്നത് എന്താ? അനുഭവിക്കുന്ന കണ്ടോ, അനുഭവം ഭാഗ്യവാനാടാ ചങ്ങാതി. ആ കിടക്കുന്ന മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങളും ഈ വേദന സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്തു. പിന്നെ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം പ്രതിഫലം കൊടുക്കുകയാ ആ മനുഷ്യൻ. അള്ളാഹു പ്രതിഫലം കൊടുക്കുക. അങ്ങനെ സ്വർഗത്തിന്റെ അവകാശി, മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ അവകാശിയായിട്ട് ആ മനുഷ്യൻ മരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ ആരോഗ്യത്തെ പോലെ വടി പോലെ നടക്കും, ആരോഗ്യവാന്മാരെ പോലെ വടി പോലെ നടന്നിട്ട് പടച്ചോനെ
സ്വർഗവും ഇല്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനും ഒരു ഭാഗ്യം വേണം, അതാ മനസ്സിലാക്കുക. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനി പിടിച്ചാൽ തന്നെ അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രശ്നപ്പോൾ ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ വന്ന് കിടക്കുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ എത്ര വലിയ ഭാഗ്യമാണ്. ഈ വേദനകൾക്ക് പകരം അള്ളാഹു അവർക്ക് സ്വർഗമല്ലേ കൊടുക്കണേ, അള്ളാഹു അവർക്ക് പ്രതിഫലമല്ലേ. ഖജാൻജി പറയുന്ന മുട്ടുവേദന, എന്ത് വേദന ഖജാൻജി, ആ വേദനയ്ക്ക് പകരമില്ലെങ്കിൽ രക്ഷപ്പെട്ടെ. ആ വേദനയ്ക്ക് പകരമാണല്ലോ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാം. ഒരു രോഗമില്ലാതെ ഞാനങ്ങ് വലിയവനാണ്, എനിക്കൊരു കുഴപ്പമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ചിലർ പറയാറുണ്ടല്ലോ. ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാൽ മതി, എനിക്ക് ഒരു രോഗമില്ല എന്നല്ലേ പറയണേ. രോഗം വരണമെങ്കിലും ഭാഗ്യം വേണമെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ വേദനകൾക്ക് പകരം കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? അവന്റെ പാപം അള്ളാഹു പൊറുക്കും. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തിരുമാറാകട്ടെ. 2, തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ വേദന കൊണ്ട് കഴിയും. രണ്ടാമതുണ്ടാകുന്ന ഒരു നേട്ടമാണ് തിന്മകളിൽ നിന്നൊഴിയാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അഫറഅയ്തുമുന്നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതുൻ ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ